ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും നല്ല രീതിയിൽ ഓപ്പണുള്ള ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാം, ഒരുപാട് ലെങ്തിയ വീഡിയോ ആണ്, കാരണം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലൊരു പേപ്പറിൽ നിങ്ങൾക്ക് തുണി എങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ രീതി ഞാൻ പേപ്പറിൽ ആദ്യം കാണിച്ചു തരാം. പേപ്പറിൽ ആദ്യം നീളത്തിൽ മടക്കുക, എന്നിട്ട് അതിൻ്റെ പകുതിയായിട്ട് താഴോട്ട് ഭാഗത്തേക്ക് മടക്കിയെടുക്കുക. സാധാരണ നൈറ്റി കൊണ്ടൊക്കെ നമ്മൾ ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നൈറ്റി തുണി അധികം വീതി ഉണ്ടാവില്ല, നീളം ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ പേപ്പറിനെ വീതിയിൽ പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കുക, പിന്നെ അതിനെ വീണ്ടും അങ്ങോട്ട് പകുതിയാക്കിയെടുക്കുക. അങ്ങനെയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തുണിക്കനുസരിച്ച്, നിങ്ങളുടെ തുണിയിലെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് മടക്കിയെടുക്കാവുന്നത്. ഓക്കെ, ഇനി നമുക്കിതിന് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പേപ്പറിൽ ജസ്റ്റ് ഒരു കള്ളി വരച്ചിട്ട് അതൊരു തുണിയാണെന്ന് സങ്കല്പിച്ചിട്ട് നമുക്കതിൽ മെഷർമെൻറ്റ് എടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത്താണ്. ചുരിദാറിൽ നമുക്ക് എപ്പോഴും ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഫുൾ ലെങ്ത്താണ്. അപ്പോൾ നമ്മളൊരു ടാപ്പ് എടുത്ത് സ്വന്തമായിട്ട് അളവെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ ചുരിദാർ എടുത്തിട്ട് അതിൽ നിന്ന് അളവെടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് എനിക്ക് 41 ഇഞ്ചാണ്. മൊത്തമായിട്ട് നമ്മൾ ഷോൾഡർ ടു നമുക്ക് ഏത് വരെയാണോ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് അതുവരെ, ഒന്നുകിൽ മുട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ഫുൾ ലെങ്ത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. നമുക്ക് എപ്പോഴും നീളത്തിന് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം മടക്കി തയ്ക്കാൻ വേണം. അതുപോലെ 1 ഇഞ്ച് നമുക്ക് താഴെ ഭാഗത്ത് മടക്കി അടിക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടി 1.5 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുക. ഈ 41ലേക്ക് പ്ലസ് 1.5 ഇഞ്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഷോൾഡർ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡറിൻ്റെ ഭാഗം ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചാണ്. സാധാരണ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ടാപ്പ് നമ്മുടെ പുറകു വശത്തു നിന്നാണ് നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കേണ്ടത്. ഒരിക്കലും ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഷോൾഡർ അളവെടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു ചുരിദാറിൽ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അളവ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് 2 ഭാഗമാക്കിയിട്ട് എടുക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്ക് കാണുന്ന ഭാഗമുണ്ടല്ലോ, അവയാണ് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ബാക്ക് നെക്കുകൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് കൊടുത്ത് കർവ് ചെയ്ത് വരച്ചെടുക്കുക. ബാക്ക് നെക്ക് 3 ഇഞ്ചും കൊടുത്തിട്ട് അതും വീണ്ടും കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോളാണ് വേണ്ടത്. സാധാരണയായിട്ട് ആം ഹോളും ഷോൾഡറും സെയിം ആയിരിക്കും. അങ്ങനെ ആം ഹോൾ താഴ്ഭാഗത്തേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെസ്റ്റാണ് അളവെടുക്കേണ്ടത്. ചെസ്റ്റ് മുതലുള്ള അളവുകളെല്ലാം സാധാരണയായിട്ട് റൗണ്ട് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത്, അതായത് ബ്രസ്റ്റിൻ്റെ ഏറ്റവും ഉയർന്ന ടോപ്പിലുള്ള ഭാഗത്ത് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് അളവെടുക്കുക. കറക്റ്റായിട്ട് പിടിക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ ഞാൻ എടുക്കുന്ന ചെസ്റ്റ് എനിക്ക് 34 ഇഞ്ചാണ്. അതിലേക്കൊരു +1 ലൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8.75 കിട്ടി. അതിലേക്ക് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 10.25, അതും റൗണ്ട് ചെയ്ത് നമുക്കൊരു 10.8 ചെസ്റ്റ് അളവ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ചെസ്റ്റ് അളവ് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം 10.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി 1.5 ഇഞ്ച് നമ്മൾ 8.75 നമുക്ക് വേണ്ടത്. അതിലേക്ക് 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, തയ്യൽ തുമ്പ് എന്നാണ് സീം അലവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി എന്നിട്ട് ആം ഹോളിൻ്റെ ഭാഗത്തൊന്ന് കർവ് ചെയ്തിട്ട് അവിടെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി വേസ്റ്റ് അളവാണ് വേണ്ടത്. വേസ്റ്റ് അളവ് എന്ന് പറയുന്നത്, വേസ്റ്റ് നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം, വയറിൻ്റെ ഷേപ്പ് വരുന്ന ഭാഗം എവിടെയാണ്, അവിടെയാണ് നമ്മൾ വേസ്റ്റ് ആക്കി എടുക്കേണ്ടത്. വേസ്റ്റ് അളവ് എടുക്കാൻ നിങ്ങൾക്കൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മുടെ ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് മതി. നമ്മൾ ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്യുന്ന ഭാഗത്ത്, അതായത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് 14 ഇഞ്ചാണ് ഷോൾഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 13.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് 13.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെയാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത്, ഷേപ്പ് വരുന്ന ഭാഗത്ത് ടാപ്പ് റൗണ്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക.
എത്രയാണ് അളവ് എന്ന് നോക്കിയിട്ട് ശേഷം അതിലേക്ക് ഒരു 1 ലൂസ് ആക്കിയിട്ട് കൊടുത്തിട്ട് 1 ഇഞ്ച് ലൂസ് അലവൻസ് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുത്തിട്ട് നമുക്ക് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വേസ്റ്റ് എനിക്ക് 32 അതിലേക്ക് ഞാൻ 1 ഇഞ്ച് സീം അലവൻസ് ലൂസ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ എനിക്ക് കിട്ടുന്നത് 8.25 അപ്പോൾ 8.25 പ്ലസ് 1.5 ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 9.75. അപ്പോൾ 9.75 നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് 10 ആക്കിയിട്ട് തന്നെ എടുക്കാം. അങ്ങനെ 10. അപ്പോൾ വേസ്റ്റ് അളവ് 10 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേസ്റ്റ് അളവ് 10 ആക്കിയിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓരോരുത്തർക്കും വേസ്റ്റിൻ്റെ ലെങ്ത്തിൽ ഉണ്ടായിരിക്കും. നീളം കൂടിയവർക്കും കുറഞ്ഞവർക്കും അതിനനുസരിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ട ഒരു ഫോർമുലയും കൂടി ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്താൽ മതി. ആ പോയിൻ്റ് എവിടെയാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹിപ്പ് റൗണ്ടാണ് കണ്ടെത്തേണ്ടത്. ഹിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വരുന്ന അളവിനെയാണ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ടാപ്പ് എടുക്കാം. ചിലർക്ക് വയറ് അധികമുള്ളവർക്കും വയറ് കുറഞ്ഞവർക്കൊക്കെ ഒരേ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അളവുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ടാപ്പ് എടുത്തിട്ട് വയറിൻ്റെ ഭാഗത്ത് ടൈറ്റ് ആക്കിയിട്ട് ഒരിക്കലും പിടിക്കരുത്, കുറച്ച് ലൂസ് ആക്കിയിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് 38 ഇഞ്ചാണ്. ഇനി ഹിപ്പ് റൗണ്ട് നമുക്ക് എവിടെ അടയാളപ്പെടുത്തി കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ എത്ര ലെങ്ത്ത് ചുരിദാറിന് എടുത്തു എന്ന് നോക്കും. അതിൻ്റെ പകുതി ഭാഗത്തായിട്ടാണ് ഹിപ്പ് റൗണ്ട് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. ഫുൾ ലെങ്ത്തിൻ്റെ പകുതിയായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 19.5 ഇഞ്ചിലാണ്, എൻ്റെ 41 ഇഞ്ച് നീളമായതുകൊണ്ട് തന്നെ 19.5 ഇഞ്ചിലാണ് ഞാൻ എൻ്റെ ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ ലെങ്ത്തിൻ്റെ പകുതിയായിട്ട്. ഓക്കെ, അപ്പം എനിക്ക് ഹിപ്പ് റൗണ്ട് 38 ഇഞ്ച് വന്നു. അതിലേക്ക് പ്ലസ് 1 ലൂസ് അലവൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 4 ഭാഗമാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ 9.75 കിട്ടും. അതിലേക്ക് പ്ലസ് 1.5 ഇഞ്ച് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 19.5 ഇഞ്ച് ഏത് ഷോൾഡറിൽ നിന്ന് ടാപ്പ് പിടിച്ച് താഴോട്ട് വെക്കുക. എന്നിട്ട് 19.5 ഇഞ്ച്, അതായത് നിങ്ങളുടെ നീളത്തിൻ്റെ പകുതി വരുന്ന ഭാഗത്ത് ഒരു പോയിന്റിൽ ചോക്ക് കൊണ്ട് വെറുതെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഭാഗത്താണ് നിങ്ങൾ ഹിപ്പ് റൗണ്ട് എടുക്കേണ്ടത്. നിങ്ങളുടെ ഹിപ്പ് റൗണ്ടും അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. ബോട്ടം വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം, ചുരിദാറിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗത്തിൻ്റെ വീതിയാണ് നമുക്ക് എടുക്കേണ്ടത്. അത് സാധാരണയായിട്ട് ഞാൻ എടുക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പലരും സ്റ്റിച്ച് വരുന്ന സമയത്ത് പറയുന്നത് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ചുരിദാർ ഓപ്പൺ ഉള്ളതായിരിക്കും, പക്ഷേ കുറച്ച് വീതി കൊടുക്കണം കേട്ടോ എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഒരു 3 ഇഞ്ചൊക്കെ അളവിൽ കൊടുക്കാം. ഞാനിപ്പോൾ 2 ഇഞ്ച് മാത്രമേ വീതിയിൽ എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ടിലേക്ക് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ബോട്ടം വീതിക്ക് വേണ്ടി. ഓക്കെ, എന്നിട്ട് ബോട്ടമിൽ ആ അടയാളം കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നേരിട്ട് സ്ട്രൈറ്റായിട്ട് വരച്ചെടുക്കുക. നിങ്ങൾക്ക് അടിഭാഗം ഒത്തിരി വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസപ്പെടുത്താം. ഞാൻ ഇപ്പോൾ 2 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതാണ് സാധാരണയായിട്ടൊരു കുർത്തിയിൽ ലെവല് നമുക്ക് വൃത്തിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. പിന്നെ അടിഭാഗത്ത് 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഒന്ന് മടക്കി സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി 1 ഇഞ്ച്, 1/2 ഇഞ്ച് ഉൾവശത്തേക്കും 1/2 ഇഞ്ച് പുറം ഭാഗത്തേക്കും നമ്മൾ ഓപ്പൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് മാത്രമേ അവിടെ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ 2 ഇഞ്ച് സ്ട്രൈറ്റായിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ മെഷർമെൻറ്റ് രീതികൾ. ഓക്കെ, ഇനി ഇതിനനുസരിച്ച് നിങ്ങൾ അളവുകൾ ചെയ്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ അളവുകൾ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതിന് ഞാൻ അതിൽ കാണിച്ചു തരുന്നതാണ്. ലൈനിങ്ങും വെച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്. ലൈനിങ്ങും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിൻ്റെ ഇറക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ഫുൾ ലെങ്ത്ത് അതിന് കൊടുക്കരുത് എന്ന ഒരു
വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലൈനിങ് ഇതിനോടൊപ്പം ഇറക്കത്തിൻ്റെ ഒപ്പം നിങ്ങൾ കൊടുക്കരുത്, ഒരു 5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. സ്ലീവ് എത്രയാണോ വേണ്ടത് ആ നീളം നിങ്ങൾ എടുക്കുക. സ്ലീവിൻ്റെ വീതി വരുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ അതേ വീതിയാണ്, 7 നമ്മൾ കൊടുക്കുക. അതിലേക്കൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി വേണ്ടി കൊടുക്കുക. അങ്ങനെ സ്ലീവ് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഒരു നൈറ്റിയുടെ തുണിയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ മടക്കിയിട്ട് അതിനെ പകുതിയാക്കി വീണ്ടും പകുതിയാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീതിയില്ല. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ സ്ലീവിന് വീതി എടുക്കുന്നത് 7 ഇഞ്ച് ആണ്. നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം കൊടുത്തു, അതിലേക്ക് 1.5 ഇഞ്ച് കൊടുത്തിട്ട് 8.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ മൊത്തമായിട്ടും 8.5 ഇഞ്ച് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ലീവ് അതിൽ നിന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന തുണിയിൽ നമ്മുടെ ടോപ്പിന് വേണ്ടിയുള്ള അളവുകൾ കൊടുക്കുക. ഓക്കെ, നമുക്ക് ചുരിദാറിൻ്റെ കട്ടിങ് തുടങ്ങാം. ആദ്യം ഫുൾ ലെങ്ത്താണ് കൊടുക്കേണ്ടത്. ഫുൾ ലെങ്ത്ത് 41 + 1.5 ഇഞ്ച്, 42.5 ഇഞ്ചിൽ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് സ്കെയിൽ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡറാണ് കൊടുക്കേണ്ടത്. ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കുക. തുണിയൊക്കെ നല്ല വൃത്തിയിൽ മടക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഷോൾഡർ 7 ഇഞ്ച് കൊടുത്തതിന് ശേഷം നെക്ക് വിടുത്ത് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആം ഹോളും കൂടി 7 ഇഞ്ച് താഴ്ഭാഗത്തേക്കായിട്ട് നേരിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്ക് നെക്ക് കൂടി അടയാളപ്പെടുത്തുക. ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് 5 ഇഞ്ച് നീളത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം അതിനെ സ്ക്വയർ ചെയ്തിട്ട് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തത്. അത് 3 ഇഞ്ച് ടാപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. താഴ്ഭാഗത്തേക്ക് ലെങ്ത്താണ് പറയുന്നത്. 3 ഇഞ്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ സ്ക്വയർ ചെയ്ത് വരച്ചെടുക്കുക. വീണ്ടും അതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെക്കിൽ ചേഞ്ചസ് വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവാണ് ഞാൻ കൊടുക്കേണ്ടത്. നമ്മൾ ചെസ്റ്റ് അളവ് ഓൾറെഡി സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ചെസ്റ്റ് അളവ് 10.5 ഇഞ്ചിൽ ചെസ്റ്റ് രേഖപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേസ്റ്റ് അളവാണ് എടുക്കേണ്ടത്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞത് 13.5 ഇഞ്ചിൽ വേസ്റ്റിൻ്റെ പോയിൻറ്റ് അടയാളപ്പെടുത്തി അതിലേക്ക് നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അതും ടാപ്പിൽ വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഹിപ്പ് നമ്മൾ 19.5 ഇഞ്ചിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 19 ഇഞ്ച് നോക്കിയിട്ട് അവിടെയും ഹിപ്പിൻ്റെ റൗണ്ടിൽ നമ്മൾ 11 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 10.75 വരുന്നത് നമ്മൾ റൗണ്ട് ചെയ്ത് 11 ഇഞ്ചാക്കിയിട്ടാണ് എടുത്തുള്ളത്. അങ്ങനെ 11 ഇഞ്ച് ഹിപ്പിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ശേഷം അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബോട്ടം വിടുത്തും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. ബോട്ടം ഭാഗത്ത് ഞാനൊരു 2 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ടിനേക്കാൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 11 + 2 13 ഇഞ്ചിൽ ബോട്ടം വിടുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം കൂട്ടണമെങ്കിൽ കൂട്ടാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ഞാൻ 2 ഇഞ്ച് 13 ഇഞ്ചിൽ ബോട്ടം വിടുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് എക്സ്ട്രാ കൂടി കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി ആം ഹോളിൻ്റെ ഭാഗത്ത് സെൻറ്റർ പോയിൻ്റ് എടുക്കുക. നിങ്ങളുടെ സെൻറ്റർ പോയിൻ്റ് എടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്നും 1/2 ഇഞ്ച് താഴോട്ട് ഒന്ന് വരച്ചെടുക്കുക. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. അത് ആം ഹോളിൻ്റെ സെൻറ്റർ എടുക്കുക. അതിൽ നിന്നും 1/2 ഇഞ്ച് മാത്രം തായ് ഭാഗത്തേക്ക് കുഴിച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് ബാക്ക് ആം ഹോളിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രണ്ടും ബാക്കും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ നെക്കും ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് തന്നെ ചുരിദാർ തയ്ക്കാം. ഈ അളവെടുത്ത് തയ്ച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാവുന്നതാണ്. മെഷർമെൻറ്റ് കാര്യത്തിൽ ഒരുപാടുണ്ടെങ്കിലും ഈ ചെറിയ അളവുകൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചുരിദാർ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും നിങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ്ങും കൂടി ഉണ്ടല്ലേ, സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, സ്ലീവിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പം ഇനി ഇതിൽ പ്രത്യേകിച്ച് അളവുകൾ
വിഡ്ത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല, കാരണം നമ്മൾ 8.5 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഫോൾഡുള്ള ഭാഗം മുകൾ വശത്താണ്, അത് നമ്മുടെ കൈയിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് വരിക. അപ്പോൾ അതിന് ശേഷം അടിഭാഗത്ത് ഒരു 3 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് താഴോട്ട് ആ 3 ഇഞ്ചിൻ്റെ പോയിൻറ്റിലേക്ക് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കാം. ആം ഹോൾ അല്ലെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യേണ്ട നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ടൊരു സ്ലീവ് കട്ട് ചെയ്യേണ്ട പൂർണ്ണമായ രൂപം എൻ്റെ ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി നോക്കി വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത്, സ്ലീവിൻ്റെ അടിഭാഗത്തെ വിഡ്ത്തും കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എനിക്ക് വേണ്ടത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് കൊടുത്തിട്ട് അതിനുശേഷം 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ 3 കൊടുത്ത പോയിൻറ്റിലേക്ക് സ്കെയിൽ കൊണ്ട് വരച്ചെടുക്കുക. ഓക്കെ, സ്ലീവിൻ്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് സ്റ്റിച്ചിങ് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. സ്റ്റിച്ചിങ് വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നെക്കിൻ്റെ ഡിസൈനും ഹാൻഡ് ഡിസൈനും